കോഹ്ലി ഇന്ന് 83 റൺസ് എടുത്തിട്ടും RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. കൊൽക്കത്ത മികച്ച കളിയാണിന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ മത്സരത്തോടു കൂടി കൊൽക്കത്ത സ്ട്രോങ് ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിക്കും ഇന്ന് RCB ജയിക്കുമെന്ന് എല്ലാവരും കരുതി. അതുപോലത്തെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു RCB ഇന്ന് പുറത്തെടുത്തത്. നല്ലൊരു ടാർഗറ്റ് അവർക്ക് സമ്മാനിക്കാൻ സാധിച്ചു. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗ് കണ്ടപ്പോൾ ആരാധകരുടെ പ്രതീക്ഷ പോയി. അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കൊൽക്കത്ത ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ന് കളി ജയിച്ച ശേഷം ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് നേടിക്കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ കൊൽക്കത്ത ടീമിൽ എല്ലാ താരങ്ങളും നന്നായി കളിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഉറപ്പായിട്ടും കപ്പ് നേടും. ഇന്നത്തെ മാച്ച് RCB ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സമ്മർദ്ദമുണ്ടായിരുന്നു. RCB നിരയിൽ കോഹ്ലി മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. കോഹ്ലിയാണ് ഞങ്ങൾക്ക് പണി തന്നത്. എങ്കിലും ഞങ്ങൾ രണ്ടും കളിപ്പിച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ഞങ്ങൾ ഈസി ആയിട്ട് റൺസ് സ്കോർ ചെയ്തു. അതാണ് കളി ജയിക്കാൻ കാരണമായത്. എങ്കിലും കോഹ്ലി ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. അടുത്ത മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ശ്രേയസ് അയ്യർ വ്യക്തമാക്കി. കൊൽക്കത്ത ഇപ്രാവശ്യം രണ്ടും കളിപ്പിച്ചാണ്. അവരുടെ ടീമിൽ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റസൽ അടക്കമുള്ള താരങ്ങൾ. ഓപ്പണിങ്ങിലും കൊൽക്കത്ത മികച്ചവരാണ്. കോഹ്ലി ഇന്ന് അടിച്ചു കളിച്ചിട്ടും RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ വിഷമത്തിലാണ് ആരാധകർ. കോഹ്ലിയുടെ 83 റൺസ് വേസ്റ്റായി. എങ്കിലും കോഹ്ലി മുട്ടുമടക്കാൻ ഒരുക്കമല്ല. വരുന്ന മത്സരങ്ങളിലും ഇതേ കളി ആവർത്തിക്കുമെന്നാണ് കോഹ്ലി പറഞ്ഞത്. RCBക്ക് വേണമെങ്കിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇനി സമയമുണ്ട്. എല്ലാ താരങ്ങളും ഒന്നും കൂടി അടിച്ചു കളിച്ചാൽ മതി. അതുപോലെ ബൗളിംഗും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ബൗളിംഗ് വളരെ മോശമാണ്. എന്തായാലും ഇന്ന് RCB നല്ല കളി തന്നെയാണ് കാഴ്ചവെച്ചത്. ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.